കലാപത്തിന് പിന്നിലെ പിണറായിയുടെ പോലീസുകാരെ അറിയാം. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ തിരുവനന്തപുരത്ത് അക്ഷരാർത്ഥത്തിൽ കലാപമാണ് ഇഡിക്കെതിരെ അഴിച്ചുവിട്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാർ അടക്കം CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. അതിന്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു വീഴ്ച സംഭവിച്ചത് എന്ന് പരിശോധിച്ചാൽ പിണറായി തന്നെയാണ് ഇപ്പോഴും ആഭ്യന്തരം ഭരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. 10 വർഷം പിണറായി വിജയന്റെ തുടർ ഭരണമായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിനായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ചുമതല പിണറായി വിജയനായിരുന്നു. അതേ പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്, ആഭ്യന്തരം ഭരിക്കുന്നത് എന്ന് നമുക്ക് ആലങ്കാരികമായി പറയേണ്ടി വരും. കാരണം യാഥാർത്ഥ്യം അതാണ്. ആ കലാപത്തിനിടയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിലെ ആദ്യത്തെയാൾ സന്തോഷ് കുമാറാണ്. ആരാണ് ഈ സന്തോഷ് കുമാർ? CPM അനുകൂല പോലീസ് സംഘടനയായ സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷററാണ് സന്തോഷ് കുമാർ. അതായത് സംസ്ഥാന ഖജാൻജിയാണ് ഈ സന്തോഷ് കുമാർ. തിരുവനന്തപുരത്തെ കരിക്കകം സ്വദേശിയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ശാസ്താംകോട്ടയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ CPM നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെ തിരികെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹമാണ് ഇത്തരമൊരു കലാപം നടന്നപ്പോൾ മൗനം പാലിച്ച ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹമായിരുന്നു എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പ്രശാന്ത് ആണ്. ആരാണ് പ്രശാന്ത്? പിണറായി വിജയൻ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് ബേക്കർ ജംഗ്ഷനിലാണ്. പിണറായി വിജയന്റെ വീട് ഉൾപ്പെടുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 10 വർഷമായി SHO ആയിരിക്കുന്ന ആളാണ് പ്രശാന്ത്. പ്രശാന്തിന്റെ ചുമതല എന്താണ്? അദ്ദേഹം CPM അനുകൂല സംഘടനയായ നമ്മൾ നേരത്തെ പറഞ്ഞ സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. അതായത് 2 പേരും കട്ട സഖാക്കളാണ് എന്ന് ചുരുക്കം, സുൽകുമാറും പ്രശാന്തും. അവരാണ് ഇത്തരം ഒരു കലാപം നടക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് നടക്കേണ്ടത്. എന്തെല്ലാം സാധ്യതകളാണ് കലാപത്തിനുള്ളത്, ആ സാധ്യതകൾ എങ്ങനെ മുൻകൂട്ടി കണ്ട് അടയ്ക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ റിപ്പോർട്ടും മുകളിലേക്ക് നൽകേണ്ടത് ഈ 2 പേരായിരുന്നു. എന്നാൽ ഇവർ 2 പേരും ആ കലാപത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. പോലീസുകാർ നിസ്സംഗമായി നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ നിസ്സംഗരായി നിൽക്കേണ്ടി വരുന്നതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ 2 പേരാണ്. ഈ 2 ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ, മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു കലാപം തിരുവനന്തപുരത്ത് ഉണ്ടാകുമായിരുന്നില്ല. CRPF നേരെ CPM-കാർ കുതിച്ചെത്തിയപ്പോഴും പോലീസ് നിസ്സംഗത പാലിക്കുകയായിരുന്നു. ED സഞ്ചരിച്ച കാർ അടിച്ചു തകർത്തപ്പോഴും പോലീസ് മൗനം പാലിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴാണ് പോലീസ് ഉണർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ADGP എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രതികൾ CPM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അഭയം തേടിയപ്പോഴാണ് ADGP വന്നത്. അത്രയും മണിക്കൂറുകൾക്കകം 6-7 മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആ കലാപത്തെ നിയന്ത്രിച്ചത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനാണെന്ന് നമുക്ക് ആലങ്കാരികമായി പറയേണ്ടി വരും. രമേശ് ചെന്നിത്തലയുടെ മൂക്കിന് കീഴെയാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റിട്ട്, അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിലേറ്റിട്ട് 10-12 ദിവസം തികയുന്നതേ ഉള്ളൂ. അതിനു മുൻപ് കൃത്യം ഒരാഴ്ച തികഞ്ഞപ്പോഴേക്കും SFI കലാപം അഴിച്ചുവിട്ടു. സർവകലാശാല വിജയവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരെ KSU-കാർ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങിവെച്ച കലാപം 2ാം ദിവസം എല്ലാ ജില്ലകളിലെയും SP ഓഫീസ് മാർച്ചിലേക്ക് നടന്നു. ആ മാർച്ച് പലതും സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്തടക്കം SFI നടത്തിയ ഈ മാർച്ച് വലിയ തോതിലെ അക്രമത്തിലാണ് കലാശിച്ചത്. അപ്പോഴും പോലീസ് നിസ്സംഗമായി നോക്കി നിൽക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ മൂക്കിന് കീഴെയാണ് ഇതെല്ലാം നടക്കുന്നത്. പുതിയ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം നോക്കി നിൽക്കുകയാണ്, ഒരു പാവയെ പോലെ നോക്കി നിൽക്കുകയാണ്. തൊട്ടു മുന്നിൽ കലാപം നടക്കുമ്പോൾ, CPM കലാപകാരികൾ അഴിഞ്ഞാടുമ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കാരണം ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തരം ആലങ്കാരികമായി പറഞ്ഞാൽ ഭരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഇപ്പോഴും പോലീസിൽ നിർണായകമായ സ്വാധീനമാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇത്തരമൊരു കലാപം തലസ്ഥാനത്ത് അരങ്ങേറുമായിരുന്നില്ല. തൻ്റെ വീട്ടിൽ ED കയറിയ ആ നിമിഷം മുതൽ CPM പ്രവർത്തകർ സംഘടിച്ചെത്തി. അതെല്ലാം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നുവെങ്കിലും ഈ 2 ഉദ്യോഗസ്ഥർ അതേക്കുറിച്ച് മൗനം പാലിക്കുകയായിരുന്നു. മേലുദ്യോഗസ്ഥരെ അറിയിക്കാതെ ഈ ഉദ്യോഗസ്ഥർ മൗനം പാലിച്ചതുകൊണ്ടാണ് തിരുവനന്തപുരം കലാപഭൂമിയായി മാറിയത്.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.